ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി ഐസോമെറിസം ആ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ ഫങ്ഷണൽ ഐസോമെറിസം മുതൽ തുടങ്ങുന്നു. മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫങ്ഷണൽ ഐസോമെറിസത്തിൻ്റെ ടെക്സ്റ്റിലെ കുറച്ച് ഓരോ പേജിലെയും ഫില്ല് ചെയ്യാനുള്ള കുറച്ച് അത് കഴിഞ്ഞ് മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മറ്റ് ക്വസ്റ്റ്യനുകൾ വിശദമായിട്ട് പറയാം. അപ്പോൾ എന്താണ് ഫങ്ഷണൽ ഐസോമെറിസം? ഐസോമെറിസം എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെയിം മോളിക്കുലർ ഫോർമുല, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആവുന്നതാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഐസോമേഴ്സ് ഹാവിങ് ദ സെയിം മോളിക്കുലർ ഫോർമുല. അതെല്ലാം ഐസോമേഴ്സിനും കറക്റ്റാണ്. ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ നോൺ ആസ് ഫങ്ഷണൽ ഐസോമേഴ്സ്. അപ്പോൾ സെയിം മോളിക്കുലർ ഫോർമുലയും ഫങ്ഷണൽ ഗ്രൂപ്പിലെ വ്യത്യാസം കൊണ്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറുന്ന അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫങ്ഷണൽ ഐസോമെറിസം അതിൻ്റെ ഓരോ എക്സാമ്പിൾസ് കൂടെ ഉണ്ട്. അത് ചെയ്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. CH3 CH2OH എത്തനോളാണ്. അതുപോലെ CH3O CH3 മെത്തോക്സി മീഥൈനാണ്. അപ്പോൾ ഇവിടെ നോക്കുക, മോളിക്കുലർ ഫോർമുല നോക്കുക. രണ്ടിലും കാർബൺ CH3 CH2 CHOH ഒന്നാമത്തേൽ. അപ്പോൾ അതിൽ 2 കാർബൺ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റിനകത്തും 2 കാർബൺ ഉണ്ട്. അതുപോലെ ഹൈഡ്രജൻ CH3 CH2 ഓയിൽ ഒരു H. അപ്പോൾ 3 2 5 1 6 ഹൈഡ്രജൻ ഉണ്ട് CH3 CH3കകത്ത്. അപ്പോൾ 6 ഹൈഡ്രജൻ അവിടെയുണ്ട്, ഓയും ഉണ്ട്. അപ്പോൾ ഇത് സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷേ ആ കോമ്പൗണ്ട് അത് വ്യത്യാസമുള്ള കോമ്പൗണ്ട്സ് ആണ്. ഒന്ന് എത്തനോളാണ്, ഒന്ന് മെത്തോക്സി ഹെക്സൈനാണ്. നമുക്കിതിൻ്റെ താഴെയുള്ള ആ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ഈച്ച് കോമ്പൗണ്ട്? കോമ്പൗണ്ട് 1ലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH. കോമ്പൗണ്ട് സെക്കൻഡിലുള്ളത് O ആണ്. അപ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പാണ് O ആണ് അതിൻ്റെ ലെറ്റർ. റൈറ്റ് ദെയർ മോളിക്കുലർ ഫോർമുല. ഇപ്പോൾ അത് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ C എത്രയാണെന്ന് നോക്കാം. C ഇവിടെ C2 ആണ്. അതുപോലെ H നമ്മൾ എണ്ണയായിരുന്നു നേരത്തെ, H6O. C2H6O ആണ് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല. ഇനി അടുത്ത എക്സാമ്പിൾ ഉണ്ട്. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ. അത് CH3 CH2 CHO ആണ്. അതുപോലെ CH3 CO CH3. വാട്ട് ആർ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദം? അപ്പോൾ ഒന്നാമത്തിൽ CHO ആണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. ആൽഡിഹൈഡ് CHO. അടുത്തത് കീറ്റോ ഗ്രൂപ്പാണ്. റൈറ്റ് ദെയർ മോളിക്കുലർ ഫോർമുല. ഓരോന്നിലും 1 2 3. ഇവിടെ 1 2 3. അപ്പോൾ C3. H നോക്കുക, 3 2 5 1 6. ഇവിടെ 3 3 6. അപ്പോൾ C3 H6. ഇനി O. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമെറിസം ഡു ദേ എക്സിബിറ്റ്? ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത് തന്നെ ഫങ്ഷണൽ ഐസോമെറിസത്തെ കുറിച്ചാണ്. ഇവിടെ ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് മാറിയിട്ടുണ്ട്, ഇവിടെയും ഫങ്ഷണൽ ഗ്രൂപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫങ്ഷണൽ ഐസോമെറിസം ആണ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദ ഫങ്ഷണൽ ഐസോമർ ഓഫ് ദ കോമ്പൗണ്ട് C3 CH2 CH2. നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ എഴുതാം, വേറൊരു പേജിലേക്ക് പോകുന്നില്ല. ഒരു ഐസോമർ നമുക്ക് എഴുതാം. CH3 CH2. ഇനി നമുക്കിവിടെ ഈ CHOനെ മാറ്റിയിട്ട് CO കൊടുക്കാം. പിന്നെയുള്ളത് CH3. നോക്കാം, ഇവിടെ 1 2 3 4. 1 2 3 4 കാർബൺ. 3 2 5 2 7 1 8 ഹൈഡ്രജൻ. ഇവിടെ 3 2 5 3 8 ഹൈഡ്രജൻ. ഇതിൻ്റെ പേര് ബ്യൂട്ടാണ്. അപ്പോൾ ബ്യൂട്ടൈൻ്റെ ഈ മാറ്റി ബ്യൂട്ടാൻ എന്ന് എഴുതി. രണ്ടാമത്തെ സ്ഥാനത്താണ്. അപ്പോൾ CO ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ONE ബ്യൂട്ടാൻ 2 1. ഇനി അടുത്തത് മെറ്റാമെറിസം ആണ്. മെറ്റാമെറിസം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല. അതെല്ലാ ഐസോമെറിസിലും കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല തന്നെയാണ്. ഇനിയുള്ളതാണ് മെറ്റാമെറിസത്തിൻ്റെ പ്രത്യേകത. ബട്ട് ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്
അറ്റാച്ച്ഡ് ടു ഐദർ സൈഡ് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിനെ ഈ ഫിനോമിനയാണ് നമ്മൾ മെറ്റാമറിസം എന്ന് പറയുന്നത്. ഈ മോളിക്കുലാർ ഫോർമുല അതെല്ലാത്തിലും ഉണ്ട്. ബട്ട് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ഐദർ സൈഡ് ഓഫ് ദ. അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഓക്സി എന്ന് പറയുന്നത് മുമ്പ് ചെയ്തിട്ടുള്ള എക്സാമ്പിളുകൾ. ഓക്സി എന്ന് പറയുന്ന ഇതിലാണ് രണ്ട് സൈഡിലും വ്യത്യസ്തങ്ങളായ ആൽക്കൈൽ ഗ്രൂപ്പുകൾ വന്നിട്ടുള്ളത്. അത്രയുള്ള മെറ്റാമറിസം. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. CH3 CH2O, CH2 CH3, CH3O CH2 CH2 CH3. നമുക്ക് ഇതിൻ്റെ ഒന്ന് എണ്ണി നോക്കാം. ഇവിടെ 1 2 3 4 1 2 3 4. അപ്പോൾ കാർബൺ ഓക്കെയാണ്. ഹൈഡ്രജൻ ഇവിടെ 3 2 5 5 2 7 7 3 10. ഇവിടെ 3 2 5 5 2 7 7 3 10. അപ്പോൾ സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഈ ഓക്സി എന്നതിൻ്റെ രണ്ട് സൈഡിലും. അതുപോലെ ഇവിടെയും ഇത് നടുക്ക് നിൽക്കുന്നു. ഇവിടെ ഈ സൈഡിലൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയും ഒരു ആൽക്കൈൽ. മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ പൊസിഷനാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ മെറ്റാമറിസത്തിൽ അത് പൊസിഷൻ ഐസോമറിസം പോലെ പറയാൻ പറ്റില്ല. ഇതിൻ്റെ പ്രത്യേകത ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ഐദർ സൈഡ് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഈ ഓക്സി എന്നുള്ള ഈ ഓയിൽ, ഇവിടെ CH3 CH2, ഇവിടെ CH2 CH3 ആണ്. പക്ഷേ ഇവിടെ മീഥൈൻ മാത്രമാണ്, ഇവിടെ പ്രൊപ്പൈൻ വന്നു. ഇവിടെ ഈഥൈനും വന്നു, പക്ഷേ ഇവിടെ മീഥൈനും പ്രൊപ്പൈനുമാണ്. അപ്പോൾ രണ്ട് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ, അതിന് വ്യത്യാസം, അതിനെയാണ് നമ്മൾ മെറ്റാമറിസം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ്. നമ്മൾ നേരത്തെ എണ്ണി കണ്ടുപിടിച്ചായിരുന്നു. C4, ഞാൻ വീണ്ടും വേണ്ടുന്നില്ല, നമ്മൾ നേരത്തെ അത് പറഞ്ഞാണ്. C4H, അത് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. C4H10O. Now examine the alkyl groups on either side of the either linkage. ഈ ഓയുടെ അപ്പുറത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഏതാണ്? ഇതിലെ ചോദ്യം, വാട്ട് ഈസ് പെക്യൂലിയർ അബൌട്ട് ദ ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ ഐദർ സൈഡ് ഓഫ് either linkage O in compound 1? അതിൻ്റെ ഏതാണെന്നല്ല ചോദിച്ചേക്കുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് രണ്ടും സെയിം ആണ്. The two sides of alkyl linkage സെയിം ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ രണ്ടും സെയിം ആൽക്കൈൽ, പക്ഷേ ഇവിടെ രണ്ടാമത്തേൽ ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പാണ്, മീഥൈനും പ്രൊപ്പൈനുമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളതിൻ്റെ പേരല്ല, ഇവിടെ സെയിം ആണെന്ന് ഞാൻ എഴുതി. ഇത് രണ്ടും ഈഥൈൽ ഗ്രൂപ്പാണ്. രണ്ടാമത്തേൽ മീഥൈനും പ്രൊപ്പൈനുമാണ്. ഇത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ഗ്രൂപ്പാണ്. ആൻസർ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻ കോമ്പൗണ്ട് 1 ഇത് ഈതർ ലിങ്കേജ് ഓ സെയിം ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ഐദർ സൈഡ്, whereas in compound 2 either linkage has different alkyl groups on this type of isomers called metamers. അവിടെ ഫില്ല് ചെയ്യാൻ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ, ആൻസർ താഴെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ഐദർ സൈഡ് ഓഫ് ഫങ്ഷൻ മെറ്റാമേസ്. അപ്പോൾ ഒരേ മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷേ ഈ പറയുന്ന ഓക്സി എന്ന് പറയുന്ന അവിടെ രണ്ട് സൈഡിലും നമുക്ക് പഠിക്കാൻ ഓക്സി മാത്രം ഓരോ രണ്ട് സൈഡിലായിട്ട് മാറ്റി എഴുതാനുള്ളൂ. അപ്പം അങ്ങനെ മാറ്റി, അതുപോലെ CO എന്ന് വരുന്ന സംഭവമുണ്ട്. അങ്ങനെയുള്ളതിലൊക്കെ ഓക്സി വരുന്നതുകൊണ്ട് CO വരുന്നതുകൊണ്ട് ഇടയ്ക്ക് എഴുതിയിട്ട് രണ്ട് ഗ്രൂപ്പുകൾ എഴുതുന്ന ആ ടൈപ്പ് ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ അവിടെ ഓരോ സൈഡിലും വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഉണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഫങ്ഷൻ ഗ്രൂപ്പുകളെയാണ് നമ്മൾ മെറ്റാമേസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. CH3 CH2 CO. O മാത്രമല്ല CO വന്നിട്ടുണ്ട്. CO CH2 CH3. അപ്പോൾ ഇവിടെ CO വന്നിട്ടുണ്ട്, ഇവിടെയും CO വന്നിട്ട്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ. അപ്പോൾ ഇവിടെയും സെയിം ഗ്രൂപ്പ് വന്നു, ഇവിടെ സെയിം ഗ്രൂപ്പ് വന്നു, ഇവിടെ മീഥൈനും പ്രൊപ്പൈനും വന്നു. അപ്പോൾ ഓക്സി മാറി ഇവിടെ CO ആയെന്ന് മാത്രമേ ഉള്ളൂ. റൈറ്റ് ദെയർ മോളിക്കുലാർ ഫോർമുല 1 2. അപ്പോൾ ഈ നേരത്തെ ഓക്സി O മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ CO വന്നപ്പം ഈ കാർബണിനെ കൂടെ നമ്മൾ കൂട്ടുന്നുണ്ട്. അപ്പോൾ 1 2 3 4 5 കാർബൺ. അപ്പോൾ C5 എന്ന് എഴുതാം. അതിപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും.
ഓരോ പ്രാവശ്യത്തിന് എണ്ണി എഴുതുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മുമ്പത്തെ വീഡിയോ എല്ലാം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ C5 എഴുതി. പിന്നെ നമുക്ക് വേണ്ടത് H 3 2 5 5 2 7 7 3 10. ഇവിടെയും 3 2 5 2 7 3 10. അപ്പോൾ H10. ഇതിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എന്തൊക്കെ സാധനം ഉണ്ടോ അത് എത്ര എണ്ണം ഉണ്ട് എന്ന് മാത്രം എഴുതുന്നതാണ് ഈ മോളിക്കുലാർ ഫോർമുല. C5H10. പിന്നെ ബാക്കിയുള്ളത് ഒരു C5H10O ആണ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല. ഇനി അടുത്ത് അത് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ പറയുന്നു. ദ ഐസോമെറിസം എക്സിബിറ്റഡ് ബൈ കോമ്പൗണ്ട്സ് വിത്ത് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ഐദർ സൈഡ് ഓഫ് ഫിലമെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഹാവിംഗ് വാലൻസി 2. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ഡാമേജ് നമ്മൾ പറഞ്ഞതാണ്. ഇനി അതിനകത്ത് ഒരു കാര്യം കൂടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതും കൂടെ ചെയ്തിട്ട് നിർത്താം. അടുത്ത അല്ലെങ്കിൽ ഒരുപാട് ലെന്തായി പോയി വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കൊരു ടേബിൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് സമയം എടുക്കും. അപ്പോൾ അത് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതും കൂടി ഒന്ന് ചെയ്യാം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിംസ് ഓഫ് എനി 2 മെറ്റാമേസ് ഓഫ് ദ കോമ്പൗണ്ട്. ഇവിടെ ഒരു കോമ്പൗണ്ട് വന്നിട്ട് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിംസ് ഓഫ് എനി 2 മെറ്റാമേസ് ഓഫ് ദ കോമ്പൗണ്ട് നമുക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട് നമുക്ക് എഴുതാം. CH3 CH2 വീണ്ടും CH2 1 2 3 1 2 3. ഇവിടെ പ്രൊപ്പ് ഓക്സി. ഇനി ഇതിൻ്റെ നമുക്ക് മെറ്റാമേസ് എഴുതാൻ വേണ്ടിയിട്ട് അപ്പം ഈ രണ്ട് സൈഡിലും ഉള്ള ഇവിടെ ഈ സൈഡിലും ഈ സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾക്ക് മാറ്റം വന്നാൽ ഇത് മെറ്റാമേസോ. അപ്പം ഇതിൻ്റെ രണ്ട് മെറ്റാമറുകൾ എഴുതാനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതെഴുതാൻ വേണ്ടി ഒരുപാട് കെമിസ്ട്രി എന്ന് പഠിക്കേണ്ട. ഇതിൻ്റെ എന്ത് ചെയ്താൽ മതി, ഈ ഓയുടെ പൊസിഷൻ മാറ്റിയാൽ മതി. ഇത് ഒരു സ്ഥലത്ത് കൂടും, ഒരു സ്ഥലത്ത് കുറയും. അപ്പോൾ നമുക്ക് എഴുതാം. ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്ത് എഴുതുന്നു. കോപ്പി ചെയ്യുന്ന ഞാൻ പറഞ്ഞ കാരണം അത്രയും എളുപ്പമാണ് ഇത് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാനിവിടെ അത് നോക്കി തന്നെ എഴുതുന്നു. CH3 ഞാൻ ഇനി രണ്ടാമത്തെ ഇത് കഴിഞ്ഞിട്ട് O കൊടുക്കുന്നു. ഇനി ബാക്കിയുള്ളത് 1 2 3 CH2 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 1 2 3 4. ഇവിടെ 1 2. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഈതൈനാണ്. അപ്പോൾ എത്ത് ഓക്സി 1 2 3 4 ബ്യൂട്ടൈൻ. എത്തോക്സി ബ്യൂട്ടൈൻ ആണ് ഇതിൻ്റെ പേര്. ഇനി അതുപോലെ തന്നെ ഇതൊന്നും ഇങ്ങോട്ട് മാറ്റി വരാം. ഇനി ഒന്നാമത്തെ സ്ഥാനത്ത് അത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുന്നു. അപ്പോൾ CH3 ഇനി ഞാൻ O കൊടുത്തു. കാരണം ഇതിൻ്റെ പൊസിഷൻ മാറ്റിയാൽ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതിൻ്റെ ഗ്രൂപ്പ് മാറിക്കോളും. 1 ഇവിടെ പോയുള്ളൂ. അപ്പോൾ 1 2 3 4 5 6 എണ്ണം ഉണ്ട്. 1 ഇവിടെ പോയി. O കഴിഞ്ഞു. ഇനി 5 എണ്ണം വേണം. അപ്പോൾ CH2 1 2 3 ആയി. CH2 CH3 1 2 3 4 5. മെത്ത് ഓക്സി 1 2 3 4 5 പെൻറ്റൈൻ. മെത്തോക്സി പെൻറ്റൈനാണ്. അപ്പോൾ ഇവിടെ ചെയ്തത് മെറ്റാമേസ് ചെയ്താൻ വേണ്ടിയിട്ട് ഇവിടെ കിട്ടിയ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ള ഈ ഗ്രൂപ്പിന് മാറ്റം വരുത്താൻ വേണ്ടി ആകെ ചെയ്തേക്കുന്നത്. അതിനകത്ത് ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല, വളരെ എളുപ്പമാണ്. അവിടെയാണ് ഇത് വീണ്ടും പറയുന്നത്. ഈ ഓക്സി അതിനെ എടുത്ത് ഞാൻ ഇതിൻ്റെ പൊസിഷൻ മാറ്റിയിട്ടു. അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറി. ഇവിടെ ഇപ്പോൾ ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറി. അപ്പോൾ ഇവിടെ ഒരു ഈതൈനാണ്. അപ്പോൾ ഇവിടെ ആദ്യം രണ്ട് സ്ഥലത്തും പ്രൊപ്പൈനായിരുന്നു. അപ്പോൾ ഇവിടെ ഈതൈനായി, ഇത് ബ്യൂട്ടൈനായി. അപ്പം എത്തോക്സി ബ്യൂട്ടൈൻ. ഇനി ഒന്നുകൂടി ഇപ്പുറത്തേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ മീതൈനാണ്, ഇവിടെ പെൻറ്റൈനാണ്. അപ്പോൾ മെത്തോക്സി പെൻറ്റൈൻ. അപ്പം അങ്ങനെ ഇതിൻ്റെ മെറ്റാമേസ്